ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ബ്രെഡും അതേപോലെ തന്നെ മുട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മിക്സർ ജാറിൽ ഒന്ന് കറക്കി പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പി കേട്ടോ. അപ്പോൾ ചെയ്തെടുക്കാനാണെന്നുണ്ടെങ്കിലും ഒരുപാട് പാടൊന്നുമില്ല. നമ്മുടെ ബ്രെഡും മുട്ടയും അതേപോലെ തന്നെ കുറച്ച് പഞ്ചസാരയൊക്കെ മാത്രം മതിയാവും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വൈകുന്നേരം 4 മണി ചായക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗസ്റ്റൊക്കെ പെട്ടെന്ന് വീട്ടിൽ വരുമ്പോൾ ഓടിപ്പോയി റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കുക, കമൻസൊക്കെ മറക്കാതെ അറിയിക്കുക. നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് നല്ല സൂപ്പർ ടേസ്റ്റുള്ള പലഹാരം റെഡിയാക്കി എടുക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ സ്നാക്സ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഒരു 8 ബ്രെഡ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. മീഡിയം വലിപ്പത്തിലുള്ള 8 ബ്രെഡ്, തീരെ ചെറുതുമല്ല ഒരുപാട് വലുതൊന്നും അല്ലാത്ത അതാ ഈ ഒരു വലിപ്പത്തിലുള്ള 8 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ബ്രെഡൊക്കെ മിക്സിയുടെ ജാറിലേക്ക് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി എല്ലാം നന്നായിട്ട് തന്നെ ഒന്നും പൊടിച്ചെടുത്തുകൊണ്ട് വരാം. ഒറ്റ തവണയായിട്ട് പൊടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2ആയിട്ട് ഒന്ന് പൊടിച്ചെടുത്താലും മതിയാവും. അങ്ങനെ ഞാനിവിടെ എല്ലാം ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ ബ്രെഡൊക്കെ ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്നങ്ങ് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പൊടിഞ്ഞ് കിട്ടിയിരിക്കുന്ന ബ്രെഡ് മറ്റൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുവാണ്. ബൗളെടുക്കുമ്പോൾ തീരെ ചെറുതെടുക്കരുത്, അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗൾ എടുക്കുക കേട്ടോ. എന്നാലാണ് നമ്മുടെ മുട്ടയുടെ മിക്സും എല്ലാം കൂടി ഒന്നങ്ങ് യോജിപ്പിച്ച് വരാനായിട്ട് എളുപ്പമുണ്ടാവുള്ളൂ. കണ്ടോ, നമ്മൾ 2 ബാച്ചായിട്ട് ബ്രെഡ് മുഴുവനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ നമ്മളൊരു 1/4 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ ചിരകിയത് പതുക്കെ ഒന്നങ്ങ് ചതച്ചെടുക്കുന്ന ആ ഒരു രീതിക്ക് ആ വലിയ കട്ടകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് പതുക്കെ ഒന്ന് കൃഷി ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടതാ ഇതേപോലെ. ഇതും നമ്മൾ റെഡിയാക്കി വെച്ച ആ ബ്രെഡിലേക്ക് ആ ബ്രെഡിൻ്റെ പൊടിയിട്ടുണ്ടല്ലോ അതിനകത്തേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാട് അങ്ങ് തീരെ അങ്ങ് പേസ്റ്റ് പോലെ ഒന്നും ആക്കണ്ട, ഇതേപോലെ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്ത് കൊടുന്നാൽ മാത്രം മതി. ഇങ്ങനെ നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ ചേർക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങാക്കൊത്ത് ചെറുതായിട്ടൊന്ന് നെയ്യിൽ ഒന്നിങ്ങ് ഫ്രൈ ചെയ്തെടുത്ത് ചേർത്ത് കൊടുത്താലും മതിയാവും. എന്നാലാണെങ്കിലും നല്ലതാണ്. അത് ഇപ്പോഴല്ല, ഏറ്റവും ലാസ്റ്റ് ചെയ്താൽ മതി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി മുട്ടയുടെ കൂടെ തന്നെ മധുരത്തിനായിട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര ഒരുപാട് കൂടുതലൊന്നുമല്ല കേട്ടോ, പാകത്തിനാണ്. തീരെ കുറവുമല്ല ഒരുപാട് കൂടുതലൊന്നുമില്ല, അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടി നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ തിളപ്പിച്ച ആറിയ പാലാണ്. ഇനി ഇതിൻ്റെ കൂടെ മുട്ടയുടെ മണമൊന്നും വരാതിരിക്കാനായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസോ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വാനില എസൻസ് ആട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് അരച്ചെടുത്തുകൊണ്ട് വരാം. നമ്മളിപ്പോൾ അരച്ചെടുത്ത ആ മുട്ടയുടെ മിക്സ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബ്രെഡിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ തേങ്ങ ഒന്നും കൃഷി ചെയ്തില്ല അതിൻ്റെയും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് മിക്സ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ ഇതേപോലെ ഒന്നിങ്ങ് യോജിപ്പിച്ചെടുക്കുക. പാലിൻ്റെ അളവെന്ന് പറയുന്നത് ഞാൻ ആദ്യം ഒരു 1/4 കപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്രയും മാത്രം മതി. കണ്ടത് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് യോജിപ്പിച്ചെടുത്തപ്പോൾ കുറച്ചൊന്ന് കട്ടി പോലെ തോന്നിയിരുന്നു. അതുകൊണ്ടാണ് ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടി നമ്മൾ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നത്. കണ്ടോ, ഇത്രയും മാത്രം മതി. അത് രണ്ടാമത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കട്ടി ആയതുകൊണ്ട് മാത്രം ഞാൻ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തു എന്നേ ഉള്ളൂ. അങ്ങനെ എല്ലാം കൂടി മിക്സായി ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് അവിടെ ഒന്ന് അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡാണെങ്കിലും ആ പാലും പഞ്ചസാരയും എല്ലാം കൂടി ഒന്ന് കുതിർന്ന് ശരിക്കും ഒന്നിങ്ങ് സെറ്റായിട്ട് വന്നോളും. ഒരു 10 മിനിറ്റ് അതവിടെ ഇരിക്കട്ടെ. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എല്ലാം കൂടി ഒന്ന് കുതിർന്ന് ഒരു നുള്ളും കൂടി ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാടൊന്നും കട്ടിയായിട്ടില്ല. ഈ സമയത്ത് വേറെ പാലൊന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. എനിക്കിപ്പോൾ കറക്റ്റായിട്ട് തോന്നി. നല്ല കട്ടിയായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടി ഒന്ന് പാൽ ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു പരുവത്തിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മിക്സ് ഇരിക്കേണ്ടത്. ഇനി ഇതിനകത്തേക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് കാഷ്നട്ടോ അല്ലാന്നുണ്ടെങ്കിൽ മുന്തിരിയോ ഒക്കെ നെയ്യിൽ പതുക്കെ ഒന്നിങ്ങ് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ നേരത്തെ തേങ്ങ ചേർത്തതിന് പകരം തേങ്ങാക്കൊത്തും നമ്മുടെ നെയ്യിൽ പതുക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കാഷ്നട്ടും അതേപോലെ തന്നെ മുന്തിരിക്കൊന്നും കറക്റ്റായിട്ടൊരു അളവൊന്നുമില്ല. നമ്മുടെ ടേസ്റ്റാണ് നമ്മുടെ അളവെന്ന് പറയുന്നത്. കൂടുതൽ ചേർക്കാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം, അല്ല കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താലും മതി. അങ്ങനെ എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്തപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡിയായിട്ട് നമ്മുടെ പലഹാരത്തിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് റെഡിയാക്കി എടുക്കലും മാത്രമേ ഉള്ളൂ. അതിനാണ് ഞാൻ ഇതേപോലൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ പാത്രമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല ഹൈറ്റിൽ കാണാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. നമ്മൾ പാത്രത്തിൻ്റെ ചുറ്റും നെയ്യൊന്ന് പറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ മിക്സ് ഇതേപോലെ പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം.
മറ്റൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഞാൻ അടുപ്പത്ത് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചൂടായി വരുമ്പോൾ അതിൻ്റെ മുകളിലേക്കാണ് നമ്മളിതായി ഈ പാത്രം അങ്ങ് വെച്ച് കൊടുക്കുന്നത്. നേരെ അടുപ്പത്തേക്ക് അങ്ങ് വെക്കേണ്ട. ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അപ്പച്ചട്ടി പഴയതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്താൽ മതി. നമ്മൾ ഇതേപോലെ അപ്പച്ചട്ടീൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുമ്പോൾ ഒട്ടും തന്നെ അടിയിലൊന്നും പിടിക്കാതെ പെട്ടെന്നും കരിഞ്ഞൊന്നും പോകാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും. പാനൊക്കെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് അത് ആ പാത്രം ഇതേപോലെ അങ്ങ് വെച്ച് അടച്ചു കൊടുക്കുവാണ്. ഇനി ഒരു അരമണിക്കൂർ അതവിടെ ഇരുന്ന് നല്ലപോലെ തന്നെ ഒന്നിങ്ങ് റെഡിയായി വരട്ടെ. ഇപ്പോൾ ഇതാ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞു. നമ്മളൊന്ന് എടുത്ത് നോക്കുവാണ്. ശരിക്കും പൊങ്ങി മേൽഭാഗമൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഉള്ളൊക്കെ റെഡിയായെന്ന് അറിയാനായിട്ട് ഇതേപോലൊരു കത്തിയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടൂത്ത് പിക്കോ ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ ഒന്നും തന്നെയില്ല. ഇതിൻ്റെ മേൽഭാഗം കൂടി ഒന്ന് പതുക്കെ ഒന്ന് മൊരിഞ്ഞ് വരണം. അപ്പോൾ അതിനായിട്ട് ഇതാ ഇതേപോലെ സൈഡൊക്കെ ഒന്നിങ്ങ് വെടിവെച്ചിട്ട് കൊടുത്തിട്ട് മറ്റൊരു നെയ്യ് പറ്റിയ പാത്രത്തിനകത്തേക്ക് മറിച്ചിട്ട് കൊടുത്ത് മേൽഭാഗം കൂടി ഒന്നിങ്ങ് മൊരിയിച്ചെടുക്കാം. അപ്പോൾ അതൊന്നെങ്കിൽ അപ്പച്ചട്ടിയുടെ മുകളിൽ വെക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നേരെ നമ്മൾ ഗ്യാസിൻ്റെ മുകളിലൊന്ന് വെച്ചാൽ മാത്രം മതി. ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയിട്ട് പതുക്കെ ഒന്നിങ്ങ് ചൂട് കയറി വന്നാൽ മാത്രം മതിയാവും. കണ്ടോ, ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ സൈഡിലൊന്നും ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിക്കാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ റെഡിയായി വന്നപ്പോൾ മറ്റൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി വലിയ ചൂടൊന്ന് ആറിക്കഴിയുമ്പോൾ നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാം. കണ്ടോ, മേൽഭാഗമൊക്കെയാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഓവറായിട്ടൊന്നും മൊരിയണ്ട, ഇത് മതിയാവും. ഒരു 1-2 മിനിറ്റല്ലേ നമ്മൾ വെച്ചോളൂ, അത്രയും മതി. ഇനിയിപ്പോൾ അതിൻ്റെ വലിയ ചൂടൊന്ന് ആറിക്കഴിയുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്ര എളുപ്പത്തിൽ നമുക്ക് ബ്രെഡും മുട്ടയും പാലും പഞ്ചസാരയൊക്കെ വെച്ച് റെഡിയാക്കാൻ പറ്റാവുന്ന പലഹാരമാണ്. എല്ലാവരും റെഡിയാക്കി നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടമാവും കേട്ടോ. വൈകുന്നേരം 4 മണി ചായക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് സുഖമായിട്ട് ഉണ്ടാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുക. കൂടെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്കും കൂടി നമ്മുടെ ഈ റെസിപ്പി ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. നമുക്കപ്പോൾ ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസ് റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫായിട്ട് ഇരിക്കുക. ബൈ.